അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ധനവും മക്കളുമെല്ലാം ഈ ഭൗതികമായ ജീവിതത്തിലെ അലങ്കാരമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കുവാനുള്ള ചുറ്റുപാടുകൾ തയ്യാറാക്കി കൊടുക്കും. മാതാപിതാക്കൾ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചില്ല എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് മക്കളെ നല്ല രീതിയിൽ വളർത്തുകയും അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുക. അദബും മര്യാദയും പഠിപ്പിക്കുക. അവർക്ക് നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുത്തില്ല എങ്കിൽ മാതാപിതാക്കൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ്. തൻ്റെ മക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ദറസുകളിൽ വിടുകയും മദ്രസകളിലും വിടുവാനും ശ്രമിക്കുക. അതല്ല എങ്കിൽ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ സംഭവിച്ചതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് അവൻ അതിമോശമായ രീതിയിൽ നടക്കുകയും അങ്ങനെ സ്വന്തം മാതാപിതാക്കളെ വരെ അതിക്രൂരമായി കൊല്ലുന്നതായ അവസ്ഥകൾ വരെ ഉണ്ടാകുന്നതാണ്. അതിനാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മക്കളെ പഠിപ്പിക്കുക. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈനി, രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം വിജ്ഞാനങ്ങളെ നൽകി. ആ വിജ്ഞാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാവും പകലുമായ ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. വേറെ ഒരാൾ അദ്ദേഹത്തിന് ധാരാളം പണം നൽകിയിട്ടുണ്ട്. ആ ധനത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തിലെ പാവങ്ങളെ സഹായിക്കുകയും പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും കൊടുക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ എത്രയോ അനാഥരായ മക്കളുണ്ട്, അവരെ സഹായിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.